നമസ്കാരം. ന്യൂസ് 99 കേരള വൺ ടൈം ബുള്ളറ്റിലേക്ക് സ്വാഗതം. തിരൂർ നിയോജക മണ്ഡലത്തിൽ 90 കോടി രൂപയുടെ വികസനങ്ങൾ ഫെബ്രുവരി 28-നുള്ളിൽ പൂർത്തീകരിക്കും. കുറിക്കോളി മൊയ്തീൻ MLA. തിരൂർ നിയോജക മണ്ഡലത്തിൽ MLA ആസ്തി വികസന ഫണ്ട്, പ്ലാൻ ഫണ്ട്, ബജറ്റ് വിഹിതം, പ്രാദേശിക വികസന നിധി എന്നിവ ഉപയോഗിച്ച് പൂർത്തീകരിച്ച പ്രവൃത്തികളുടെ ഉദ്ഘാടനവും പുതിയ പദ്ധതികളുടെ പ്രവൃത്തി ആരംഭവും ഫെബ്രുവരി 28-നുള്ളിൽ നടക്കുമെന്ന് കുറിക്കോളി മൊയ്തീൻ MLA അറിയിച്ചു. കെട്ടിടങ്ങൾക്ക് 27.32 കോടി രൂപയും, സ്റ്റേഡിയങ്ങൾ 5.16 കോടി രൂപയും, റോഡുകൾ 23.19 കോടി രൂപയും, പാലങ്ങൾ 33 കോടി രൂപയും, വാഹനങ്ങൾ 83 ലക്ഷം രൂപയും, ലോമാസ് ലൈറ്റുകൾ 62 ലക്ഷം രൂപയും എന്നീ 90 കോടിയോളം രൂപയുടെ പ്രവൃത്തിയാണ് മണ്ഡലത്തിൽ യാഥാർത്ഥ്യമാക്കുന്നത്. MLA വിളിച്ചു ചേർത്ത പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ അധ്യക്ഷന്മാരുടെയും ഉപാധ്യക്ഷന്മാരുടെയും അവലോകന യോഗത്തിലാണ് തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 99. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.